പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടത് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. പിന്നെ ദൈവം ഏലിയായോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇനി ഭാവി ജീവിതവും ദൈവം അഡ്രസ്സ് ചെയ്യുന്ന വിഷയം, ദൈവം നിരീക്ഷിക്കുന്ന വിഷയമാണ്. നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നും ചോദിക്കും. അതാണ് വിഷയം. എന്താണ് ചെയ്തത്, എന്ത് ചെയ്യുന്നു, എന്താ ദൈവം ചോദിക്കണത്? എന്താണ് നീ ചെയ്യാനിരിക്കുന്നത്? ഭാവിയിൽ നീ എന്താണ് ചെയ്യാനിരിക്കുന്നത്? അത് മോശമായാലും നന്മയായാലും ദൈവം അത് ചെയ്യരുതെന്നും പറയത്തില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയത്തില്ല.
അതെപ്പോഴും ഓർത്തേക്കണം. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യണ മനസ്സാക്ഷിയൊക്കെ തരുന്നതിനൊക്കെ ഒരു മിനിമം ടൈമുണ്ട്. നീ ഭാവിയിൽ നീ ജയിലിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴോ വീട്ടിൽ നിനക്ക് വില പോയി കഴിയുമ്പോഴോ അയ്യോ ദൈവം എന്നെ നേരത്തെ ഓർപ്പിച്ചാൽ മതിയായിരുന്നല്ല, ഇത് ഒരു നിമിഷം വന്ന് അബദ്ധമായി പോയില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ പ്രായത്തിന് ആർജിക്കേണ്ട സാമാന്യ ബോധം നീ ആർജിച്ച് കാണും. പിന്നെ ഓരോ കാര്യത്തിനും വന്നിട്ട് പിന്നെ നീ ഇതെല്ലാം ആർജിച്ചിട്ട് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലും പിന്നെ ആ തെറ്റിൽ ഉറച്ചൊന്ന് ചെയ്യണമെങ്കിൽ കർത്താവ് പറയും അത് വേഗം ചെയ്ത് മാറ്റാൻ പറയും. അത്രേ ഉള്ളൂ ചെയ്ത്, അല്ലാതെ ചെയ്യരുതെന്ന് പറയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ യൂദാസിനോട് പറയാമായിരുന്നു ഈശോട്, നീ ചെയ്യാൻ പാടില്ല കേട്ടാ ഇതെന്ന് പറഞ്ഞില്ല. അപ്പം ചെയ്യാതിരിക്കുന്ന കാര്യമാണ്, തെറ്റാണെങ്കിൽ ഈശോ പറയും വേഗം ചെയ്യാൻ പറയും. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാട്. അല്ല അവിടെ നിന്ന് ഓരോരുന്ന കാര്യത്തിൽ വന്ന് തിരുത്തത്തില്ല. യോഹന്നാൻ 13:27 എടുത്തേ. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതാണ് അവസ്ഥ. മനസ്സിലായി? വേഗം ചെയ്യാൻ. വേഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലേ? പക്ഷേ ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. എല്ലാ ദുരന്തവും വേഗമായിരിക്കും. ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഡിപ്രഷനാണ്, ഭ്രാന്താന്നൊരു കാര്യമൊന്നുമില്ല. ദൈവം കൈവിട്ടവന് ആരും ആത്മഹത്യ ചെയ്തില്ല. ഇപ്പം പുതിയ ശാസ്ത്രമൊക്കെ മനഃശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഓരോരോ എഴുതി തള്ളലല്ലേ. ഇത് ദൈവം തള്ളുവായത്. ബൈബിൾ ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്കിയേ, എല്ലാ എണ്ണന്മാരും ദൈവം കൈവിട്ട കക്ഷികളായിരിക്കും. ഇപ്പം നമ്മൾ പറയും അത് മാനസിക രോഗമാണ്, ഡിപ്രഷനാണ്, ഭയങ്കര സമ്മർദ്ദമാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ സമ്മർദ്ദമാണ്, പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സമ്മർദ്ദം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷൻ അവിടെ പോയി. അപ്പോൾ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തില്ലെന്നാണ്. ദൈവം എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത്? ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത് ദൈവത്തിന് അവിടെ ഓപ്ഷനില്ല. ദൈവം കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ്. എന്നിട്ടും കർത്താവിനെ അയാളെ സ്വീകരിച്ചില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം. അതൊരു നിലപാടാണത്. അപ്പോൾ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ തിന്മയാണ്, തിന്മയെങ്കിലും ദൈവത്തിൻ്റെ രീതി വേഗം ചെയ്ത് മാറ്റാനാണ്. അല്ലാതെ മകനെ ചെയ്യല്ലേ മകനെ, കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമായാലും പറയും, കർത്താവ് പറയും വേഗം ചെയ്ത് മാറ്റാൻ പറയും. എന്താ കാര്യം? സാത്താൻ അവർ പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു, സാത്താന് അവസരം കൊടുത്തു. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യസ് 4:27. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതാണ് വിഷയം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാര്യം അവനാണെങ്കിൽ അവസരം തിരക്കുന്നകണ കക്ഷിയാണ്. ആരെ വിഴുങ്ങണമെന്നറിയാൻ പത്രോസ് പറയുന്നുണ്ടല്ലോ. അത് 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പൊ ഈ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചുറ്റി നടന്ന് പകുതിയും വിഴുങ്ങി, സാത്താൻ അയാളെ വിഴുങ്ങിയ സ്ഥിതിക്ക് പിന്നെ ദൈവത്തിന് അയാളെ ആവശ്യമില്ല. അതാണ് ഈശോ പറയണത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. ഇപ്പം ദൈവം നമ്മളെപ്പോഴും ഓർത്തേക്കണം, ഓരോരോ വിഷയത്തിൽ ദൈവം വന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്തെന്ന് പറയത്തില്ല. നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ബോധം തന്നെയാണ്. പിന്നെ ചെയ്യണ തെറ്റും ശരി നിനക്കറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ്. ഇങ്ങനെ കുറേ കാലം മനഃപൂർവ്വം വെട്ടിപ്പും തട്ടിപ്പും സമാധാനം കെടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം തിരിച്ചു വരുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ നിലപാട് തന്നെ കണ്ടില്ല, ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. ആത്മഹത്യ ആണെങ്കിൽ ആത്മഹത്യ വേഗം ചെയ്ത് മാറാൻ. അങ്ങനെ യൂദാസ് പോയി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഭാവി കാലങ്ങളും ദൈവം നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഭാവി കാലങ്ങളിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പത്രോസ് അതിൻ്റെ ക്രിസ്തു മഹാരഹസ്യത്തിൻ്റെ വാതിക്കലെത്തി അങ്കണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ പത്രോസ് പറയും, ഇറ്റ് ഈസ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ദാറ്റ് റിവീൽസ് യു. ഇത് നിൻ്റെ മാംസവും രക്തവുമല്ല, നിൻ്റെ അറിവല്ല. അപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച്. ദോ നൗ യു ഗോട്ട് ദ പാസ്. നിനക്ക് പ്രവേശന അനുമതി ലഭിച്ചു. അപ്പോൾ എൻ്റെ ഭയങ്കര സംഭവം. ക്രിസ്തു ഉടനെ പത്രോസിനെ മനസ്സിലാക്കി. എന്താ പറഞ്ഞത്? ഇത് നിനക്ക് ഇതിൻ്റെ കഴിവില്ലെന്ന് എനിക്കറിയാം, നീ അത്രയും പഠിച്ചിട്ടില്ല എൻ്റെ രഹസ്യം. പക്ഷെ അപ്പ നിനക്ക്
ക്രിസ്തുരഹസ്യത്തിൻ്റെ ഒരു സൗധങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പാ നിനക്ക് പ്രവേശന പാസ് തന്നിട്ടുണ്ട്. നൗ ഐ നോ ഇറ്റ്. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നിന്നോടും നിന്നെപ്പോലെ കമാൻഡോയാകാൻ വേണ്ടി ദൈവം വിളിച്ചവരോടെല്ലാം പറയാം. നീ എന്നെയാണ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം? സ്വയം പരിത്യജിക്കണം. നിൻ്റെ വിഷയങ്ങളല്ല. എങ്ങനെയാണ് പെട്ടെന്ന് ഉടമ്പടി ക്രാക്കാകണം നിങ്ങളോട് പറയണേ. ഞാൻ ക്രിസ്തു രഹസ്യത്തെ താത്വികമായിട്ടും സൈദ്ധാന്തികമായിട്ടും സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ അകത്ത്? സ്വയം കണ്ടൻറ്റുകൾ ഉണ്ടാവും എപ്പോഴും. സ്വയം എന്ന് പറയാം തന്നെ ഈ സ്വയം എന്ന് പറയുമ്പോൾ എല്ലാ ഇൻറ്റൻഷനിലുള്ള സ്വയം നീ നോക്കിയെടുക്കണം. അതിനകത്ത് ക്രിസ്തുവിനെ കക്ഷിയാക്കണമെങ്കിൽ എന്താ മാർഗം? ഇത് എയർലിഫ്റ്റ് ചെയ്യണ്ടേ നിൻ്റെ നിയോഗങ്ങൾ? അതിന് ക്രിസ്തു കക്ഷിയാകണ്ടേ? അതിനകത്ത് സ്വയം ഉണ്ടാകുന്ന നോക്കിയെടുക്കണം. ഇപ്പോൾ ഉദാഹരണം, നിനക്ക് കുട്ടിയെ വേണം, നിനക്ക് കുട്ടിയില്ല. കാര്യം 23 വർഷമാണ് ഇട്ട് മക്കളില്ലാത്തവരെ ഈ ആൾക്കാരെ ഒറ്റ ഉടമ്പടി കൊണ്ട് 90 ദിവസത്തിനുള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പല കേസുകളുണ്ട്. ഇത് തന്നെയാണ് എല്ലാ കേസിൻ്റെ അവസ്ഥ. ലോകം കൈവിട്ട് ലോകത്ത് ജീവിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ നീ അവലംബിച്ചിട്ട് അവിടെ ആൻസർ കിട്ടാത്ത കാര്യം ഉടമ്പടി ആൻസർ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ഓപ്ഷൻ, ലാസ്റ്റ് അബോർഡാണ്. അവസാന കൂടാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഈ കൂടാരത്തേക്ക് വരുമ്പോൾ നീ ഇതിനെ ഈസിയായിട്ട് കണ്ടാൽ നീ ഒരു പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് മാറുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കഥ അറിയാൻ പറ്റാതെ ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ട് പോകും. ഇത് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നീ എന്താ ചെയ്യേണ്ടത്? ഈ സ്വയം എന്നുള്ള ക്രിസ്തുവിനെ നീ സ്വീകരിക്കുകയാണ്. നീ ഉടമ്പടിയിൽ എനിക്ക് IELTS പാസ്സാകണം, അല്ലെങ്കിൽ എൻ്റെ ക്യാൻസർ 4ാം സ്റ്റേജ് എൻ്റെ രോഗം സുഖപ്പെടണം. അങ്ങനെ ക്യാൻസർ 4ാം സ്റ്റേജൊക്കെ ഒത്തിരി സൗഖ്യങ്ങൾ ഉടമ്പടിയിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഉടമ്പടിയിലൂടെ ലഭിച്ചത് 75 കൊല്ലമായിട്ട് ഭാഗോടമ്പടി നടക്കാതെയൊക്കെ ഒറ്റ ആഴ്ചക്കൂടെ ഭാഗോടമ്പടി നടക്കും. ഇതൊക്കെ സിമ്പിളാണ് കാര്യം. പക്ഷേ നീ ഇതിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. ഈ സ്വയം അതിൻ്റെ അകത്ത് എപ്പോഴാണ് നീ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾക്ക് കാനഡയിൽ പോകണം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ എന്തിനാണ് കാനഡയിൽ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജോലി കിട്ടി, അവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ തൻ്റെ കുഞ്ഞിനെ അവിടെ ജന്മം കൊടുക്കണം. എന്തിനാണ് ജന്മം കൊടുക്കണം? എന്നാൽ മാത്രമേ അവിടെ നിന്നൊക്കെ പൗരത്വം കിട്ടത്തുള്ളൂ. അതാണ് അതിനകത്തുള്ള സ്വയം എന്ന് പറയുന്ന സാധനം. സ്വയം അതാണ്. സ്വയം അത് ദൈവഹിതത്തിന് വിടണം. മനസ്സിലായില്ലേ? അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നിട്ട് നീ എന്ത് ചെയ്യണം? കുരിശെടുക്കണം. സ്വയം പരിചയിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വയം പരിചയിച്ചുകൊണ്ട് മാത്രമല്ല അവിടെ ദൈവഹിതത്തിന് അത് എന്ത് സംഭവിക്കട്ടെ, അത് കോംപ്രമൈസ്, അത് നീ ദൈവം എന്ത് തീരുമാനിക്കുന്നു അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് ആദ്യമേ കൈപൊക്കി പറഞ്ഞേക്കണം. കർത്താവേ ഇതാണ് എൻ്റെ സ്വയം, പക്ഷേ ഇതേ സമയത്ത് അറ്റ് എനി കോസ്റ്റ് പരിത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കർത്താവേ എന്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നതാണ് എന്റെ സ്വയം. അത് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ഏതൊത്തുതീർപ്പിനും ഞാൻ തയ്യാറാണ്. അപ്പൊ ഈ സ്വയം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി കുപ്പയായിട്ട് കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ലിഫ്റ്റാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്തൊരു ക്രോസ് കണ്ടൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. ക്രോസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക. പിന്നെ എന്താണ്? കുരിശം എടുത്തുകൊണ്ട് കൂടെ വരിക. അപ്പം അപ്പോഴാണ് ഈ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞ സംഭവം ഇവനെ അവകാശം ഓഹരിമാക്കാനുള്ള സൊല്യൂഷൻസിൻ്റെ ഇക്വേഷൻസ് പറയുകയാണ് ഈശോ. എന്താണ്? അതിനൊന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? സ്വയം എന്നുള്ള സംഭവം എല്ലാത്തിൻ്റെ അകത്ത് സ്വയം ഉണ്ടാകും. അപ്പോൾ നിനക്കൊരു കുഞ്ഞിനെ വേണം, ദാറ്റ്സ് ഓക്കെ, ന്യായമായ ആവശ്യമാണ്. കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. എന്താ കാര്യം? ഇനി കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കിട്ടിയാൽ ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഇതുവരെയുള്ള ക്രിസ്തുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കും. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഇടവക ഒന്നും പറയണില്ല. ഞാൻ ഇടവക ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ചേടുത്തി വരുമായിരുന്നു 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട്. പെൺകുഞ്ഞുങ്ങളൊന്നും അല്ല, അതൊക്കെ വലിയ പിള്ളേരാണ്, 10-20 വയസ്സുള്ളതാണ്. ഇതുങ്ങളായിട്ട് എപ്പോഴും വരും ചേടുത്തി. അപ്പോൾ ചേടുത്തിയുടെ ഒരു ആന്തരികമായ ദുഃഖമുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സംസാരം സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇവരുടെ ആന്തരികമായ ദുഃഖം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഈ പെൺപിള്ളേരൊക്കെ 2 പേരും കല്യാണം കഴിപ്പിച്ച് വിടും. പിന്നെ തനിക്ക് ഒരു ആൺകൊച്ചില്ല എന്നുള്ള ഒരു ദുഃഖം ഇവർക്കുണ്ട്. അത് ഭയങ്കര ദുഃഖമാണത് ശരിക്കും പറഞ്ഞാൽ. ചിലർക്ക് ദുഃഖമില്ല. കാര്യം കുടുംബങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് പെൺപിള്ളേരല്ലേ പലതും. അപ്പോൾ ചിലർക്ക് അത് ഭയങ്കര പെൺപിള്ളില്ലാത്തതായിരിക്കും ദുഃഖം, ചിലർക്ക് ആൺപിള്ളേർ ഇല്ലാത്തവർക്കും ദുഃഖം. അത് അവരെ ആശ്രയിക്കുന്ന വിഷയമാണ്. രണ്ടും ശരിയാണോ തന്നെ തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫേഴ്സ്, ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുക. അപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം 2 നല്ല ഇടിവെട്ട് പെൺപിള്ളേരുണ്ട്. അവർ ആൺപിള്ളേരെക്കാൾ അടിപൊളി പിള്ളേരാണ്. എന്ത് കാര്യം ചെയ്യാനും ഏത് വണ്ടിക്ക് പോകാനും എന്ത് കാര്യം സഹായിക്കാൻ. പക്ഷേ ഷീസ് നോട്ട് സാറ്റിസ്ഫൈഡ്.
എന്താണ് വെച്ചാൽ അവർക്ക് സങ്കടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആൺകുഞ്ഞ് ഉണ്ടായിരുന്നതാണ് പണ്ട്. ഇത് കുറേ നാളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നിട്ട് ഈ പെൺകുഞ്ഞുങ്ങൾ ജനിക്കണ മുമ്പ് അവർക്ക് ആൺകുഞ്ഞ് ജനിച്ചതാണ്. നല്ല മുഴുമുടക്കനായ നല്ല വെണ്ണപ്പരുവത്തിൻ്റെ കൊച്ചാണ് ജനിച്ചത്. പക്ഷേ എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഇവർ ദൈവത്തിൻ്റെ കാലെ പിടിച്ച് ഈ കൊച്ചിനെ സംഘടിപ്പിച്ചെടുത്ത് പിന്നെ ഒരു കാര്യമുണ്ട്. പിന്നെന്താണ്, ആ കൊച്ചിന് വീട്ടിൽ ആരെക്കൊണ്ടും കൈ തൊടിയിക്കത്തില്ല. അപ്പോൾ അവരുടെ ലക്ഷണം മാറി. അതാണ് സ്വയം എന്ന് പറയണത്. ഈ കരഞ്ഞ കോഴിയൊക്കെ ഇവിടെ കൂടെ നടക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്ത എന്താണ്, ഈ പിശാചിനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊക്കെ നിലവിളിച്ചാലും നിങ്ങളവർക്ക് ജോസഫ് ചെന്നാൽ മൈൻഡ് ചെയ്യാത്തത്. ഞാൻ എനിക്കറിയാം സാധനത്തിന്. കാര്യം ഇതോടുകൂടി ഇവളുടെ കാര്യം തീരുമാനമാകാൻ പോകും. ഇവിടെ ദൈവത്തിൽ നിന്ന് പോകാൻ പോകുകയാണ്. നമ്മളെപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ കണ്ടൻറ്റ്, ദ കണ്ടൻറ്റ് ഓഫ് ദി ക്രോസ്, അതെപ്പോഴും ഗ്യാരണ്ടി ചെയ്യണം നിങ്ങളുടെ നിയോഗത്തിൽ. 21 ലക്ഷം മനുഷ്യരുടെ കൗൺസിലിംഗ് കഴിഞ്ഞ 38 കൊല്ലമായിട്ട് ചെയ്തിട്ടാണ് ഈ കാര്യം പറയണത്. നിങ്ങളുടെ കണ്ടൻറ്റ് വൈസ് ഇപ്പോൾ ഇവർക്ക് ഈ ചേച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കണേ, ഈ ചേച്ചിക്ക് സംഭവിച്ചിരിക്കണേ ഇതാണ്. ഇവർ ഒരായുണ്ട് വീട്ടിൽ, കുഞ്ഞ് ഈ 2 പെൺകുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ ജനിച്ച കൊച്ചാണേ ആൺകുച്ച്. ഈ വീട്ടിൽ ഒരു ആയുണ്ട്. ആയ കുഞ്ഞു ഉറങ്ങി വരുമ്പോൾ ഇവർ ആദ്യത്തെ കുർബാന, ചേച്ചി ആദ്യത്തെ കുർബാനയ്ക്ക് വരും. ആദ്യത്തെ കുർബാനയ്ക്ക് വന്നിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് അച്ഛൻ കുർബാന ഉയർത്തുമ്പോൾ തന്നെ ഇവർ മാഞ്ഞു പോകും. പള്ളിയിൽ നിന്ന് മായാവി പോണ പോലെ ചെടുത്ത് മാഞ്ഞു പോകും. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് കൊച്ചുണരണ സമയം അറിയാം. കൊച്ചുണരണ സമയം അറിയാം. എന്താണ് കാര്യം? ഇതാണ് ടൈം. ഒരു 7:15 പരുവത്തിലുള്ള ടൈമിനാണ് കൊച്ചു ഉണരണത്. ആ ഉണരുമ്പോൾ ആ പണ്ടാരം ആ കുഞ്ഞിനെ നോക്കാൻ നിർത്തിക്കണം. അവളെ കയറി അവരെ കൊച്ചിനെ എടുക്കും. വാവോ വാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞ് വിചാരിക്കും ഇവളാണ് അമ്മയെന്ന്. അപ്പോൾ താൻ ഔട്ടാകാതിരിക്കാൻ വേണ്ടി കുഞ്ഞ് ഉടണമുമ്പ് കർത്താവ് വിട്ടേച്ച് ഇവൾ 4 കാലം വീണ് വീട്ടിൽ പോയി കുഞ്ഞിനെ എടുക്കും. കുഞ്ഞിനെ എടുക്കണമെമ്പ് ഇവളെ കുഞ്ഞിനെ എടുക്കും. എത്ര കൊല്ലമായി? ഒരു 3/4 കൊല്ലത്തോളം ഇത് തന്നെ ഒരു കലാപരിപാടി. കുഞ്ഞിനെ പറ്റി ബാക്കി ആർക്ക്, അവളുടെ ഭർത്താവിന് വരെ അവിടുത്തെ വേലക്കാരത്തി ഭക്ഷണം കൊടുത്ത് അവൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം എടുപ്പിക്കത്തില്ല. ഇതാണ് സ്വയം എന്ന് പറഞ്ഞ സാധനം. റീഡിയ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം നിസ്സാരമല്ലേ? അത് ആരുടെ, വീട്ടുകാരോടായാലും ശരി, അമ്മയോടായാലും ശരി, അപ്പനോടായാലും ശരി, അതായത് ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് വേറൊരു അറ്റാച്ച്മെൻറ്റിന് നമ്മൾ തയ്യാറായാൽ പിന്നെ ക്രിസ്തുവിനെ നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം അവധാനതയോടുകൂടി ശാസ്ത്രീയമായി ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്താ സമയം അത് ഈ എല്ലാ വിഷയവും അങ്ങനെ വരും. ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു, അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കണം, അല്ലെങ്കിൽ ഒരു ഭർത്താവ്. അപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിനൊക്കെ സങ്കല്പമുണ്ട്, ഭർത്താവിനെ ഞാൻ അങ്ങനെ സ്നേഹിക്കും, ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കും, ഇങ്ങനെ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കി എടുക്കും. നിങ്ങൾക്ക് വീട് വേണം. വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡ്രോയിങ് റൂം വേണം, വർക്ക് ഏരിയ വേണം, വർക്ക് ഏരിയയിൽ ഒരു കബോർഡ് വേണം. അതിനെല്ലാം നിങ്ങൾക്ക് ഐഡിയ. വീട് വെക്കാൻ നേരത്ത് ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ കിച്ചൻ്റെ വർക്ക് ഏരിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണത്. അത് ദൈവത്തെ അറിയാമല്ലോ, അതല്ല പ്രശ്നം. ഒരു വീടില്ലെന്ന് പറയുമ്പോൾ ആ വീട് വെച്ചിട്ട് സ്വന്തമായൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ കല്യാണം ചെന്ന വീട്ടിൽ നിങ്ങളുടെ അലമാരിയിൽ സ്വർണ്ണമോ അതുപോലെ തന്നെ സാരി വെച്ചപ്പോൾ നിങ്ങളുടെ നാത്തൂനോ നിങ്ങളുടെ അമ്മായിയമ്മ വെപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യാൻ ഒരു പ്രതികാരം ഉള്ളിൽ കിടപ്പുണ്ട്. അതാണ് സ്വയം. നീ ഒരു വീട് വെക്കുമ്പോൾ എണ്ണി ഇവളൊക്കെ എന്നോട് കാണിച്ചതിന് ഇവിടെ മുമ്പിൽ ഞാൻ സമാധാനം ചെയ്യും. അതാണ് സ്വയം. ഈ വീടിൻ്റെ സംഭവം. ഒരു വീട് ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഒരു സ്വയം ഉണ്ടാവും. അത് മിക്കവാറും ദൈവത്തിനെതിരായിരിക്കും. ഇപ്പോൾ ഇവിടെ സ്വയം എന്താണ്? വെണ്ണക്കുഞ്ഞിനെ അതുപോലെ വളർത്തി അവളുടെ അടിമയായി അവളുടെ സ്വരം കേട്ട് മാത്രം ഉറങ്ങുകയും അവളുടെ സ്വരം കേട്ട് ഉണരുകയും അവളുടെ സ്വരം മാത്രം തിരിച്ചറിയുകയും ചെയ്യുന്ന കുഞ്ഞായിട്ട് തന്നെ മാറ്റുകയും. പാൽ ഈ തള്ള മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ആരും കുഞ്ഞിനെ കൊണ്ട് പാലെടുപ്പിക്കത്തില്ല. ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണമെന്ന് നോക്കിയേ, 2.5 കൊല്ലം അത് ജീവിച്ച ആ കൊച്ചി. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വെറുതെ ചത്തുപോയി ആ കൊച്ചി. അതെന്താ വെറുതെ ചത്തുപോകാൻ കാര്യം? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വെറുതെ ചത്തുപോയത്? അതെ, കുഞ്ഞിൻ്റെ കരളിൽ പാലിൻ്റെ പാട കെട്ടിയെന്ന്. പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ, കളർ വെക്കാൻ വേണ്ടി പൊന്ന് വരച്ച് കൊടുക്കും, പാലും കൊടുക്കും, പോരെ പരിപാടി. അപ്പോൾ കളർ വെക്കും, മിനുക്കം ഉണ്ടാകും കൊച്ചിനെ മിനുക്കിയിട്ട് എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ കൊണ്ടുനടക്കാനാണ്. അപ്പോൾ എല്ലാവരും പറയാം താടിക്കാൻ നല്ല കുഞ്ഞാണ് നല്ല തിളക്കമുള്ള കുഞ്ഞാണെന്ന് പറയും. അതിനു വേണ്ടി ഇവിടെ ഇതാണ് സ്വയം എന്ന് പറയുന്നത്. നമ്മൾ ഓമനത്വത്തോടു കൂടി എന്തിനെ നോക്കിയാലും അത് സ്വയമായി മാറും. ഈ സ്വയം ഏത് സമയത്തും വെച്ചൊഴിയാനും സമർപ്പിക്കാനും നമ്മൾ തയ്യാറാകുകയും അതുകൊണ്ട് മാത്രം ഈ സംഭവം നടക്കത്തില്ല. പിന്നെ എന്താണ്? ഒരു കുരിശ് ഇതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഒരു കുരിശുണ്ടാകണം. ഇന്നലെ ഇവിടെ ഒരു സാക്ഷിയോട് മോള് പറഞ്ഞ്, അവളെന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് വലിയ കാശൊന്നുമില്ല, IELTS OIT ഒക്കെ പഠിക്കാനോ ഇനിയും തോറ്റാലൊക്കെ വീണ്ടും എഴുതി കൊടുക്കാനൊക്കെ എനിക്ക് കാശില്ല. അപ്പോൾ ഞാൻ കർത്താവിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഒറ്റ ജയിപ്പിക്കലൊക്കെ ജയിപ്പിച്ചതാ, നിന്നോട് ഞാനൊരു കുരിശെടുത്ത കാര്യം പറയാം. എന്താ കുരിശ്? ഈ കാശ് OIT എഴുതാൻ കാശില്ലാത്ത പിള്ളേരില്ലേ, അവരെ ഞാൻ തിരക്കി നടന്ന് പിടിപ്പിച്ചിട്ട് അവരെ ഞാൻ പഠിപ്പിച്ചോളാം. അവരെ കാശ് മുടക്കാതെ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കൊള്ളാം. എന്താണ്? അത് കുരിശാണ്, എടുക്കുന്ന സാധനം.
ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വേറെ ഒരു കുരിശ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ചിലർക്ക് ജെറോം പഠിക്കാൻ പറ്റത്തില്ല, ചിലർ ഭയങ്കര കാഴ്ചയായിരിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചാൽ നീ പഠിക്കണ്ട, നീ 5 പൈസ മുടക്കണ്ട, നീ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി. അതാണ് അത് കുരിശെടുക്കുക. വെച്ചാൽ മറ്റുള്ളവരുടെ നമുക്ക് കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റബിൾ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. എന്താണ് കുരിശെന്ന് പറയണത്? നമുക്ക് നേരിട്ട് ഫലമില്ലാത്ത ഒരു കുരിശ്, ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ എന്താണ് പത്രോസിനോട് പിന്നെ അടുത്ത വേദപാഠം പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത വേദപാഠം നീ ക്രിസ്തുവാണെന്ന് അതിൻ്റെ പ്രവേശന അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവനിപ്പോൾ എൻട്രൻസിലേ കിട്ടിയുള്ളൂ. പത്രോസിൻ്റെ എൻട്രൻസ് ടെസ്റ്റായിരുന്നു നിന്ന് നടന്നത്. പത്രോസ് എൻട്രൻസ് പാസ്സായി. അപ്പോൾ ഈ പറഞ്ഞ് എൻട്രൻസ് പാസ്സായ കാര്യമല്ല, സിലബസ് വരുന്നുണ്ടെന്ന് പറയും. പിന്നെ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി. സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, നീ പഠിക്കേണ്ട ഇത്, നമ്മൾ രണ്ടും കൂടി പഠിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ മനുഷ്യപുത്രൻ ശത്രുകാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടും, അതല്ലേ പറഞ്ഞത് ഇന്ന്. മാറ്റി നിർത്തി ഇത് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻട്രൻസ് ഇവൻ പാസ്സായി. പക്ഷേ ഇവർ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സിലബസിലുള്ള എന്താണ്, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇവിടെ തന്നെ ചുറ്റുവട്ടി കിടക്കുകയല്ല, നമ്മളൊരു യാത്രയിലാണ്, ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താണ്, നിത്യതയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നിത്യതയിലേക്കുള്ള വഴി പിന്നെ തുറന്നു പറയുകയാണ്. എൻട്രൻസ് പാസ്സായി കഴിഞ്ഞപ്പോൾ നിത്യതയിലേക്കുള്ള സിലബസ് വെക്കും ഈശോ. അതെന്താ സിലബസ്? എന്താ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, നിത്യതയെ, ഈശോയുടെ ലക്ഷ്യം നിത്യതയല്ലേ. അപ്പോൾ അനുഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോകുകയല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഈ IELTS വരെയാണ് കാനഡയിൽ എത്തണ വരെ യേശുവിനെ അനുഗമിക്കാനാണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്, സ്ലോ ആവും സാധനം. നിങ്ങളുടെ വസ്തു വിൽപ്പന മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് സ്ലോ ആകും. കാര്യം ദൈവത്തിൻ്റെ മാർജിൻ അവിടെ ഇല്ല. അതുകൊണ്ട് നിത്യത എന്നുള്ള വിഷയമാണ് ആദ്യമേ തന്നെ നിയോഗത്തിൽ വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളിൽ നിന്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ അപ്പായെ പ്രസാദിപ്പിക്കുവാൻ നീ എടുത്ത മാർഗങ്ങളിലൂടെ നിന്റെ മരണത്തിലൂടെ നേടിയ നിത്യജീവനെ അവകാശമാക്കാൻ അതെന്റെ നിയോഗമാക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ കർത്താവിന്റെ പാഠശാലയിലെ നിത്യതയുടെ സിലബസ് ആരംഭിക്കുകയാണ്. ഒന്നാം പാഠം എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ലക്ഷ്യം ഫിക്സ് ചെയ്യാൻ പറയും. നിന്റെ IELTS, നിന്റെ കാനഡ, നിന്റെ അമേരിക്ക, നിന്റെ ന്യൂസിലൻഡ് അല്ല, അത് ആലപ്പുഴ വരെ പോണ പോലെ ഇരിക്കും. അതല്ല, നിന്റെ നിത്യത ആദ്യം നിന്റെ നിയോഗമാക്കാൻ പറയും. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുമായിട്ടുള്ള എന്റെ ഉടമ്പടിയില് എന്റെ നിത്യത നിയോഗമാക്കാൻ എനിക്ക് അന്തർജ്ഞാനം നൽകണമേ. നിങ്ങളെ എൻകറേജ് ചെയ്തിരിക്കും. നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യരുത്. ഞാൻ ഇടയ്ക്ക് കുരിശൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ഇതൊക്കെ സിമ്പിളായിട്ട് അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാരം ലഘുവാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ ഭാരം ലഘുവാകും. അത് പ്രോമിസിങ്ങിലുള്ളതാണ്, വാഗ്ദാനത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുരിശിനെ ഓർത്തോളം വിഷമിക്കൊന്നും വേണ്ട. ഞാനും കുറേ കുരിശ് കണ്ടതും ഇപ്പോൾ എടുക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ എൻകറേജ് ചെയ്യുന്ന ഇതിൻ്റെ പകുതി ഇപ്പോൾ പത്രോസ് തന്നെ ഈശോ എന്താ പറഞ്ഞത്? നീ എൻട്രൻസ് പാസ്സായി, ഐ നോ ഇറ്റ്, പക്ഷേ ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വന്നിരിക്കുന്നത്, ബട്ട് ബൈ ഗ്രേസാണ്. കുറച്ച് നിൻ്റെ അറിവാണ്, ബാക്കി ഗ്രേസാണ്. എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത്, ആ ഗ്രേസാണ് സംഭവം. അപ്പോൾ ഈ ഗ്രേസിൻ്റെ വാട്ടർ മാർക്ക് എല്ലായിടത്തും ഉണ്ടാവും. നീ സത്യസന്ധമാണെന്ന് നിയോഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രം ചെയ്യാനുള്ള ചില സംഭവങ്ങൾ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. പത്രോസിന് അത്രയും വിവരമില്ല. പത്രോസിന് ഏറെക്കുറെ ഒരു ഐഡിയയേ ഉള്ളൂ ക്രിസ്തുവിനെക്കുറിച്ച്. പക്ഷേ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹ എന്ന് പറഞ്ഞ സംഭവം പത്രോസിൻ്റെ അല്ല, ശരിക്കും അത് പിതാവിൻ്റെതാണെന്ന് ഈശോ പറഞ്ഞു. അത് ഗ്രേസാണ്, മെറിറ്റല്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പത്രോസിനെ സഹായിച്ചതുപോലെ നിന്നെ മനസ്സിലാക്കാൻ എനിക്കും വരപ്രസാദം നൽകി എന്നെയും നയിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഇനി നമ്മുടെ യാത്ര ഇത്തിരി ദൂരമുണ്ട്. ഏതാണ്? വി ആർ ഗോയിങ് ടു ജെറുസലേം. എന്ത് ജെറുസലേമാണ്?
സ്വർഗീയ ജെറുസലേമാണ്. ആ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതിന് നീ എക്വിപ്ഡ് ആണെന്ന് ചോദിക്കും. എന്താണ്? എന്നെ അനുഗമിക്കേണ്ടി വരും. എന്നെ അനുഗമിക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ എവറസ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ, കയറുന്ന ആൾക്കാരെ, ഇപ്പോൾ എവറസ്റ്റ് കയറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ എവറസ്റ്റിലേക്ക് കയറുന്ന വഴിക്ക്, പോകുന്ന വഴിക്ക് 8000 അടി കയറണ്ടേ. അപ്പോൾ ഒത്തിരി സായിപ്പന്മാർ കയറിയിട്ടുണ്ട്, ഒത്തിരി അവിടെയുള്ള ഈ നേപ്പാളുകാർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ടെൻസിങ് ഹിലാരിയും കയറി. അപ്പോൾ ടെൻസിങ്ങിനെ എന്തിനാണ് കൂട്ടിയത്? ഹിലാരി കൂട്ടാൻ കാര്യം എന്താ? ടെൻസിങ് ഈ മല കണ്ട് വളർന്ന ആളാണ്. അയാൾക്ക് കയറി പരിചയമുണ്ട്. ആ നാട്ടുകാരനാണ്. ഇപ്പോൾ കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിനെ കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. കടലിൽ അല്ലാതെ പുസ്തകം നോക്കി കടൽ നീന്തി പിടിച്ച ആൾക്കാരെ കൊണ്ട് പോകാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ടെൻസിങ്ങിനെയും കൂട്ടിയാണ് ഹിലാരി പോണത്. പക്ഷേ ഹിലാരി പോണ വഴിക്കെല്ലാം നേരത്തെ കയറിയ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. ഇടക്കിടക്ക് അസ്ഥിക്ക് വജ്രാർ കിടപ്പുണ്ട്. ചിലത് അഴുകിയിട്ട് പൊടിയില്ല. എവറസ്റ്റിൻ്റെ കൊടുമുടിയിലേക്കുള്ള യാത്ര അഴുകാത്ത ശരീരങ്ങൾ ഹിമാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കിടപ്പുണ്ട്. എന്താ കാര്യം? നല്ല തണുപ്പാണ്. 0 വന്നിട്ട് -60 വരെ കിടപ്പുണ്ട്. അവിടെയൊക്കെ കിടക്കുന്ന ഡെഡ് ബോഡി അഴുകത്ത് പൊടിയില്ല, അങ്ങനെ കിടക്കുകയാണ്. വർഷങ്ങളൊക്കെ കിടക്കുന്നവരുണ്ട്. ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടക്ക് വെച്ച് ചില സമയത്ത് ഹോൾട്ടാകാൻ സാധ്യതയുണ്ട്, പരിചയമില്ലെങ്കിൽ. അപ്പോൾ സായിപ്പന്മാരാണെങ്കിൽ പോലും ഓക്സിജനൊക്കെ കൊണ്ടല്ലേ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വേണം. ഒരു 10,000-3000 അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല അവിടെ, പിന്നെ ഓക്സിജൻ വേണം. അപ്പോൾ വലിയൊരു യാത്രയ്ക്ക്, നിത്യതയ്ക്കുള്ള യാത്രയ്ക്ക് ഇടയ്ക്ക് ഓക്സിജൻ എടുക്കാൻ പറയും. അതിനാണ് ഈ കുരിശെന്ന് പറയുന്നത്. ഓക്സിജനാണ് ശരിക്കും പറഞ്ഞാൽ. കർത്താവ് വളരെ കാര്യം, കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ട്. കുരിശിൻ്റെ ഒരു ക്രിസ്തീയതയുടെ ഒരു പ്രാണനും പ്രാണവായുമാണ് കുരിശ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കുരിശിനെ നിഷേധത്തിൽ കാണാതെ നിത്യത പ്രാപിക്കാനുള്ള പ്രാണവായുവായി മനസ്സിലാക്കുക. എനിക്ക് അഭിഷേകം നൽകണമേ. അപ്പൊ ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള യാത്രയിലെ കുരിശിനെ പ്രാണവായുവായും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോടു കൂടി എടുക്കണം. അതുകൊണ്ട് ഈശോ പറയണത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. പിന്നെന്ത് ചെയ്യണം? സ്വയത്തെ നിൻ്റെ സ്വന്തമായി വെച്ചനുഭവിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞു പോകേണ്ട ആ കണ്ടൻറ്റുകളെ തൽക്കാലം മാറ്റിവെക്കണം. പിന്നെന്ത് ചെയ്യണം? സ്വയം പരിത്യജിക്കണം. പിന്നെ കുരിശെടുക്കണം, എൻ്റെ കൂടെ വരണം. അപ്പോൾ ഇതിനകത്ത് ഉടമ്പടിയിലുണ്ടാകുന്ന ഉടമ്പടി ലൈറ്റ് വെയ്റ്റിംഗ് ആക്കണം. എന്താണ്? പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ആക്കുന്നത് കുരിശിൻ്റെ കണ്ടൻറ്റാണ്. കാര്യം കുരിശിൻ്റെ കണ്ടൻറ്റ് നിത്യതയുടെ കണ്ടൻറ്റാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ നിയോഗം വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ നിയോഗം എല്ലാം സ്വയം ആകരുത്. എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ, അത് എല്ലാം 6 കാര്യം ഉണ്ടെങ്കിൽ 7 കാര്യം എഴുതി വെക്കും. എന്താണ്? അവിടെ വീട്ടിലെ പശുവിൻ്റെ പ്രസവം വരെ എഴുതി വെക്കും. പിന്നെ എങ്ങനെ സംഭവം മുളിയോട്ട് പോകണം? പാല് കുടിച്ച് നിങ്ങൾ ആ കൊച്ചു മരിച്ചോളൂ, നിങ്ങൾ മരിക്കും. എല്ലാം 6-7 കാര്യം സ്വന്തം കാര്യം എഴുതി വെക്കും. ഇതിന് ജഡസന്ധതിയുടെ പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഇത് പഠിക്കണം. ജഡസന്ധതിയെ പോലെ ആകരുത്. പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ നീ ഈ നിയോഗം നിൻ്റെ വീട്ടിൽ നിനക്കൊരു വീട് തന്നാൽ, ആ വീട് തന്നാൽ നീ ആദ്യം ആ വീട് തന്നാൽ അതുകൊണ്ട് നിനക്കും നിൻ്റെ മക്കൾക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ചില ആൾക്കാർ വീട് കൊടുക്കുമ്പോൾ തന്നെ എന്നാ ചെയ്യുന്നറിയാവോ? ചില ആൾക്കാർ വീട് നിയോഗം വെച്ച് ഉടനെ നിങ്ങൾക്ക് ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയെന്ന് വിചാരിച്ചോ? ആ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കുരിശുണ്ട്. പിന്നെ ഇവർ കുരിശുണ്ടാക്കും, സ്വന്തമായിട്ട് കുരിശുണ്ടാക്കും. എങ്ങനെ കുരിശുണ്ടാക്കണത്? നിങ്ങൾ ചേട്ടായി ആണല്ലോ, തീർച്ചയായിട്ടും 3 സെൻറ്റ് അവകാശമുണ്ട്. 10 സെൻറ്റിൽ 10 സെൻറ്റ് ഉള്ളതെന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്നാ ചെയ്യും? അപ്പനോട് സൂത്തത് ഒപ്പിടിച്ചിട്ട് ആ 10 സെൻറ്റ് നടുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ലൈഫ് മിഷൻ്റെ വീട് വെക്കും. അനിയൻ ഗൾഫിലാണ്, അവൻ പാവപ്പെട്ട ഇവിടെ ഇല്ലല്ലോ. അപ്പം സ്മോൾ അടിക്കുന്ന വേണമെങ്കിൽ അപ്പൻ 2 ലോൺ കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ 2 വീശിച്ചിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിച്ച് സാധനം സംഭവിക്കും. എന്താണ് സംഭവം? അതോടുകൂടി പിന്നെ അനിയൻ നാട് കടത്തും. സ്വന്തം ചേട്ടൻ തന്നെ അവൻ അനിയനെ പെറ്റ മണ്ണിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും അവരെ നാട് കടത്തും. ഇത് ദൈവത്തിനറിയാം, നിൻ്റെ മനോഭാവം ദൈവത്തിനറിയാം. നീ പുതിയ കുരിശുണ്ടാക്കും, അതാണ് സംഭവം. സ്വയം എന്ന് പറഞ്ഞ സംഭവം അതാണ്. ആ ലൈഫ് മിഷൻ വീട്ടിലെ സ്വയം എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം എന്താണ്? അത് നിൻ്റെ ചേട്ടന്, നിൻ്റെ അനുജന്, അവിടെ കൂടപ്പറപ്പിനെ അവിടെ കിടത്തിപ്പറപ്പിക്കാത്ത രീതിയിൽ, വേറെ ഒരു വീട് അവിടെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവിടെ താമസിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പെങ്ങന്മാരെ നീ അധികം കൈകാര്യം ചെയ്യും. കെട്ടിച്ചു പോയ പെങ്ങന്മാർ വീട്ടിൽ വരുമല്ല അമ്മയെ കാണാൻ. അയ്യോ, നീ മോന്തം കയറ്റി അവിടെ വരും. നീ നല്ല കാര്യം, നിൻ്റെ വീടല്ലേ, നിൻ്റെ വീട് നീ അപ്പൻ്റെ അടുക്കൽ നിന്ന് എഴുതി വാങ്ങിച്ച വീടല്ലേ. പിന്നെ അന്നും അപ്പൻ ഒപ്പിട്ട് തന്നാൽ പിന്നെ നിൻ്റെ പരിപാടി എന്താണ്? നിൻ്റെ പ്രാർത്ഥന എന്താണ്? അപ്പൻ എത്രയും വേഗം ചാകണമെന്നാണ് പ്രാർത്ഥന. എന്താ കാര്യം?
അപ്പൻ ഒപ്പിട്ട് തന്നില്ലേ, അനിയൻ വരുമ്പോൾ അപ്പൻ്റെ കരുത്തെ കയറുമല്ല, അപ്പൻ ചാകണം. എങ്ങനെയുണ്ട് പരിപാടി? അപ്പം നീ ആ വീടും ആ സ്ഥലവും അടിച്ചു മാറ്റുകയും പെങ്ങന്മാരെ അനുജനം പുറത്താക്കുകയും ചെയ്യും. നിൻ്റെ നിയോഗത്തിൽ ഓടരുത് അമ്മാവ, ആളറിയാവുന്ന ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ പറയും ഇതിന് വിസ കിട്ടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നിൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിയോഗങ്ങളുള്ള സ്വയം, അതാണ് ഈശോ പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മറ്റുള്ളവർക്ക് കുരിശ് കൊടുത്തുകൊണ്ട് എൻ്റെ സ്വയത്തെ പരിത്യജിക്കാനുള്ള പ്രത്യേക പ്രവണതകളെ എന്നിൽ നിന്ന് നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകി മാറ്റണമേ.